ശ്രീജിത്ത്, ഗുഡ് മോർണിംഗ്. ഒരുപാട് കഴിഞ്ഞ ദിവസം നോക്കിച്ച വാർത്തകളുടെ ഒരു പ്രളയമായിരുന്നു. ഈ സംസ്ഥാന സമിതിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പിന്നീട് വന്ന വാദപ്രതിവാദങ്ങളും ഈ മുൻപെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള അസാധാരണമായ സംഭവങ്ങളും ഒക്കെ ഇന്നലത്തെ ദിവസം മുഴുവൻ നിറഞ്ഞു. അതിനൊപ്പം തന്നെ മറ്റൊരുപാട് വാർത്തകൾ, ഒരു വാർത്താ പ്രളയ ദിവസം തന്നെയായിരുന്നു ഇന്നലെ. അപ്പോൾ നമ്മുടെ പത്രങ്ങളിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട തലക്കെട്ടുകൾ, ഓരോ വാർത്തകളും എങ്ങനെയൊക്കെ കൈകാര്യം ചെയ്തിരിക്കുന്നു? സേതു, ഗുഡ് മോർണിംഗ്. സേതു പറഞ്ഞ പോലെ തന്നെയാണ് CPM സംസ്ഥാന സമ്മേളനം കഴിഞ്ഞെങ്കിലും അതിൻ്റെ തുടർചലനങ്ങൾ അവസാനിക്കുന്നില്ല. പക്ഷേ പത്രങ്ങൾ പ്രധാനമായും CPM അല്ല ഇന്ന് മറ്റ് വാർത്തകളിലേക്ക് പോയി കഴിഞ്ഞു. കാരണം സമ്മേളനത്തിൻ്റെ ആഘോഷമൊക്കെ കഴിഞ്ഞു, അതിൻ്റെ തർക്കങ്ങൾ തുടരുന്നുണ്ട്, അതിലേക്ക് നമ്മൾ പോകും. പക്ഷേ അതിനേക്കാൾ മുന്നേ എടുത്തു പറയേണ്ട കുറേ വാർത്തകളുമായി ബന്ധപ്പെട്ടാണ് പത്രങ്ങൾ, കേരളത്തിലെ പ്രധാനപ്പെട്ട പത്രങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ഏറ്റവും ആദ്യം നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾ, ഏതാണ്ട് ഒരു മാസത്തിലേക്ക് കടക്കുകയാണ് ഈ ആശമാരുടെ സമരം, ആശാ വർക്കേഴ്സ് അസോസിയേഷൻ സമരം. ആ സമരവുമായി ബന്ധപ്പെട്ട് ഇന്നലെ പാർലമെൻറ്റിൽ ഈ വിഷയം കോൺഗ്രസിൻ്റെ MP മാർ ഉന്നയിച്ചിരുന്നു. അതുതന്നെയാണ് ഇന്ന് എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത. ഏതാണ്ട് മനോരമ ഒന്നാം പേജിൽ തന്നെ ആ വാർത്ത കൈകാര്യം ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനം, ആശാ പ്രവർത്തകർ 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധിക്കും. ഒരുപക്ഷെ അതൊരു വലിയ സമരമായി മാറാൻ സാധ്യതയുണ്ട്. കാരണം ഒരു മാസം പിന്നിടുന്ന സഹന സമരം എന്ന രൂപത്തിലൊക്കെ വലിയ രൂപത്തിലേക്ക് വരാൻ സാധ്യതയുള്ള സംഗതിയാണ്. അതിനെ പ്രധാനമായും എല്ലാ പത്രങ്ങളും ഒന്നാം പേജിലേക്ക് തന്നെ അതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. മാതൃഭൂമി കുറച്ചും കൂടി വിശാലാടിസ്ഥാനത്തിൽ അതിനെ കേൾക്കുന്നില്ലേ എന്നൊരു വലിയ ഹെഡിങ്ങാണ് അതിന് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ രൂപത്തിൽ ആശ സമരത്തെ, അല്ലെങ്കിൽ ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരത്തെ എല്ലാ പത്രങ്ങളും തിരികെ, കഴിഞ്ഞ സമ്മേളനത്തിന് മുമ്പ് അങ്ങനെയായിരുന്നു, വീണ്ടും തിരികെ ഒന്നാം പേജിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളൊരു കൗതുകമാണ് ഇതിൽ കാണാനുള്ളത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ചർച്ച ചെയ്ത ലഹരിയുമായി ബന്ധപ്പെട്ട്, അതായത് കേരളത്തെ കാർന്നു തിന്നുന്ന രാസലഹരിയുമായി ബന്ധപ്പെട്ട് വലിയ സംഭവങ്ങൾ, വലിയ വാർത്തകളൊക്കെ ഉണ്ടായതാണ്. വീണ്ടും ലഹരിയും പത്രങ്ങളുടെ ഒന്നാം പേജിലേക്ക് തിരിച്ചു വരികയാണ്. മാതൃഭൂമി അത് ലഹരി കടത്തിയാൽ സ്വത്ത് കണ്ടുകെട്ടും എന്നൊരു വാർത്ത, അതായത് സ്ഥിരം വിൽപ്പനക്കാരെ കരുതൽ തടങ്കലിലാക്കും, ലഹരി കടത്തുന്നവരുടെ സ്വത്ത് കണ്ടെത്തും, ആ രൂപത്തിൽ പോലീസ് കടുത്ത നടപടികളിലേക്ക് പോകും എന്നൊരു വാർത്ത. അതൊരു വലിയ വാർത്തയെ തന്നെ അതിനെ കാണേണ്ടി വരും. കാരണം ഒരുപക്ഷെ ഇതുവരെയും കേരളത്തിലെ സർക്കാരുകൾ ആ രൂപത്തിലേക്കൊന്നും പോയിട്ടില്ല. അതുകൊണ്ട് കടുത്ത നടപടികളിലേക്ക്, സാധാരണഗതിയിൽ അറസ്റ്റ് ചെയ്യുക, ജാമ്യം കിട്ടുന്ന കേസുകൾ MDMA-യും രാസലഹരിയും ഒക്കെയാണ് വലിയ ജാമ്യം കിട്ടാത്ത കേസുകളിലേക്ക് പോയിട്ടുള്ളത്. ഇത്തവണ ഇനി ലഹരിയുമായി അതുമായിട്ട് ബന്ധപ്പെട്ട അറസ്റ്റുകളിൽ വലിയ നടപടികളിലേക്ക് പോകുമെന്ന വാർത്തകൾ വരുന്നു. അതുമാത്രമല്ല, ഇന്നലെ നമ്മുടെ ഗവർണർ അദ്ദേഹം VC മാരുടെ യോഗം വിളിച്ചിരുന്നു. ഈ ലഹരി മുക്തമാക്കണം ക്യാമ്പസുകൾ, അതും എല്ലാ പത്രങ്ങളും പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. കാരണം ക്യാമ്പസുകൾ കേന്ദ്രീകരിച്ചാണ്, യുവാക്കളെ കേന്ദ്രീകരിച്ചാണ് ഈ ലഹരി വിൽപ്പന നടക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന് വലിയ പ്രാധാന്യത്തോടെ പത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. മനോരമ 7-ാം പേജിൽ വലിയ വാർത്തയെ കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ അവരുടെ എഡിറ്റോറിയൽ പേജ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങൾ ലഹരിയിൽ മരിച്ചു ജീവിച്ചവർ എന്ന വലിയ, അതായത് ഓരോ ജില്ലകളിൽ നിന്നും ന്യൂസ് മലയാളം ഒക്കെ കഴിഞ്ഞ ദിവസം ചെയ്തിരുന്നതാണ്, ഓരോ ജില്ലകളിൽ നിന്നും ലഹരിയുമായി ബന്ധപ്പെട്ട് മരിച്ചു ജീവിച്ചവരുടെ വാർത്തയുമായി ബന്ധപ്പെട്ട് അത് 6-ാം പേജിലും 7-ാം പേജിലുമായി ഈ രണ്ട് വാർത്തകളെ മനോരമ വളരെ മനോഹരമായിട്ട് വിന്യസിച്ചിട്ടുണ്ട്. നമ്മൾ അറിയേണ്ടത് തന്നെയാണ് ആ വാർത്ത എന്ന രൂപത്തിൽ തന്നെയാണ് മനോരമയും അതിനെ കാണുന്നത്. മറ്റ് ചില കാര്യങ്ങളിലേക്ക് പോയാൽ, ഏറ്റവും പ്രധാനമായിട്ട് ഈ പത്രങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ വാർത്തകളിൽ നിന്ന് വിട്ടുപോയ ഒന്ന് രണ്ട് സംഗതികൾ, ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട് വിട്ടുപോയ സംഗതികൾ, ഈ കടൽ ഖനനവുമായി ബന്ധപ്പെട്ട ചില സംഗതികളാണ്. കടൽ ഖനനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെട്ടതാണ്, വലിയ സമരങ്ങൾ നടന്നതാണ്. അത് ഇന്ന് മാതൃഭൂമി 1-ാം പേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് പാരിസ്ഥിതിക ആഘാതം പഠിച്ച ശേഷമായിരിക്കും കടൽ ഖനനം എന്നൊരു വാർത്ത. അത് കേന്ദ്ര സർക്കാരിൻ്റെ ആ രൂപത്തിലാണ് ആ വാർത്ത. അതൊരു വലിയ ആശ്വാസകരമായ വാർത്തയായിരിക്കും ഒരുപക്ഷെ കേരളത്തിന്. കാരണം കേന്ദ്രം എടുത്തടിച്ച് ഒരു തീരുമാനത്തിലേക്ക് പോകില്ല എന്നത് വലിയ ആശ്വാസകരമായ കാര്യമായിട്ടായിരിക്കും കാണേണ്ടത്. പക്ഷേ ദേശാഭിമാനി അതിനെ കണ്ടിട്ടുള്ളത് മറ്റൊരു രൂപത്തിലാണ്. ദേശാഭിമാനി 1-ാം പേജിൽ പ്രധാനപ്പെട്ട വാർത്തയായിട്ട് കൊടുത്തിട്ടുണ്ട്. സമ്മേളനത്തിന് ശേഷം അവർ എടുക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണത്. സമുദ്രാതിർത്തിക്ക് പുറത്തുനിന്ന് കേന്ദ്രം, അതായത് സംസ്ഥാന സർക്കാരിന് ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനില്ല എന്നൊരു നിലപാട് തന്നെയാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത് CPM സർക്കാരും. അത് വീണ്ടും ദേശാഭിമാനി ആവർത്തിക്കുന്നു. ഒരു പക്ഷേ ആ രൂപത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരും എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. മറ്റൊന്ന്, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ സംസാരിച്ചതാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ ഈഴവ സമുദായക്കാരനെ കഴകക്കാരനായി നിയമിച്ചു എന്നൊരു വാർത്ത. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ തുടർച്ച തന്ത്രിമാർ ക്ഷേത്രത്തിലെ ചടങ്ങുകളിൽ നിന്നും, ഉത്സവ ചടങ്ങുകളിൽ നിന്നും, പൂജകളിൽ നിന്നുമൊക്കെ മാറി നിൽക്കുന്നു എന്ന വാർത്ത കേരളകൗമുദി കൊണ്ടുവരുന്നു. ന്യൂസ് മലയാളം അതിൻ്റെ വലിയ വാർത്തകൾ പിന്നീട് ചെയ്തു. ഈ കേരളകൗമുദി അത് വീണ്ടും തുടർച്ചയായിട്ട് 1-ാം പേജിലേക്ക് കൊണ്ടുവരുന്നു. കൂടൽമാണിക്യം ജാതി ഭ്രാന്തിൻ്റെ കൂടാരം എന്നുള്ളത് അവർ ഫോളോ അപ്പ് ആയിട്ട് തന്നെ ചെയ്യുകയാണ്. ഒരുപക്ഷെ കേരളത്തിൽ ഈ അടുത്ത കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങൾ, എല്ലാ മുഖ്യധാര മാധ്യമങ്ങൾ തമസ്കരിച്ചൊരു വാർത്തയായിരുന്നു അതുകൊണ്ട് തന്നെ ആ വാർത്തയെ ന്യൂസ് മലയാളമൊക്കെ ഏറ്റെടുക്കുമ്പോൾ മറ്റ് മാധ്യമങ്ങൾ കൂടി അത് ഏറ്റെടുക്കാൻ നിർബന്ധിതരാകുന്നു എന്നുള്ളതാണ് ഏറ്റവും കൗതുകം. മാതൃഭൂമി അവരുടെ 6-ാം പേജിൽ, അതായത് എഡിറ്റോറിയൽ പേജിൽ വലിയ വാർത്തയായി എന്ന് പറഞ്ഞാൽ വലിയ വാർത്ത തന്നെയാണത്. ഏതാണ്ട് 6 കോളത്തോളം വലിയ വാർത്ത. കൂടൽമാണിക്യം കഴകത്തിൽ സംഭവിക്കുന്നത് എന്ന ഹെഡിങ്ങിൽ
വലിയ വാർത്തയായി. മന്ത്രിമാരുടെ പ്രതികരണങ്ങളുണ്ട്, MP-മാരുടെ പ്രതികരണങ്ങളുണ്ട്, വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം, സ്വാമി സച്ചിദാനന്ദയുടെ പ്രതികരണം, ദേവസ്വം ചെയർമാൻ്റെ, അതായത് ഇരിങ്ങാലക്കുട ദേവസ്വം ചെയർമാൻ്റെ പ്രതികരണം അടക്കം വലിയ വാർത്തയായി കൊടുക്കുന്നു. അത് കാരണം കേരളത്തിൻ്റെ സാമുദായിക സാമൂഹിക രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ വലിയ ചർച്ചയാകേണ്ട ഒരു വാർത്തയെ ആ രൂപത്തിൽ തന്നെ അവരും കൈകാര്യം ചെയ്തിരിക്കുന്നത്. കാരണം മാധ്യമങ്ങൾക്ക് ഇനി അത് ഏറ്റെടുക്കാൻ നിർവാഹമില്ല എന്ന രൂപത്തിലേക്കാണ് വരുന്നത്. നമ്മൾ നേരത്തെ പറയാതെ പോയൊരു സംഗതി, ദേശാഭിമാനി ആശാമാരുടെ സമരവുമായി ബന്ധപ്പെട്ടാണ്, ആശാ വർക്കേഴ്സ് അസോസിയേഷൻ്റെ സമരവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ആ സമരവുമായി ബന്ധപ്പെട്ട് മാതൃഭൂമിയും മനോരമയും ആശാ പ്രവർത്തകരുടെ സമരത്തെ കണ്ടതിന് വിരുദ്ധമായിട്ടാണ് ദേശാഭിമാനി കാണുന്നത്. കോൺഗ്രസ് എംപിമാർ ഇന്നലെ പാർലമെൻറ്റിൽ ശ്രദ്ധ ക്ഷണിക്കൽ ഉന്നയിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് എംപിമാർക്ക് ഒടുവിൽ തിരിച്ചറിവുണ്ടായി എന്ന രൂപത്തിൽ ദേശാഭിമാനി ആ വാർത്തയെ കാണുന്നു. കാരണം സർക്കാരിനെതിരായ സമരമല്ല, അത് കേന്ദ്രത്തിനെതിരെയാണ് സമരം ചെയ്യേണ്ടത് എന്ന് CPM ആവർത്തിച്ച് പറയുമ്പോൾ കോൺഗ്രസ് എംപിമാർ ഇന്നലെ പാർലമെൻറ്റിൽ ശ്രദ്ധ ക്ഷണിക്കൽ കൊണ്ടുവന്നത് നല്ല കാര്യം, ഒടുവിൽ അവർക്ക് തിരിച്ചറിവുണ്ടായി എന്നൊരു വാർത്തയായി ദേശാഭിമാനി അതിനെ ഒന്നാം പേജിൽ കൊടുക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനമായി ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്. പിന്നീട് നമുക്ക് പോകേണ്ടത് CPM-ൻ്റെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള തുടർ വാർത്തകളെക്കുറിച്ചാണ്. തുടർ വാർത്തകളിൽ മാതൃഭൂമി ഒന്നാം പേജിൽ തന്നെ കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ അത് കൊടുത്തിട്ടുണ്ട്. വാർത്തകൾ 7-ാം പേജിലേക്കാണ്. ഒന്നാം പേജിൽ അവരുടെ ഹെഡിങ് പുകയുന്നുണ്ട് ഉള്ളിൽ എന്നുള്ളതാണ്. ഈ പുകയുന്നുണ്ട് ഉള്ളിൽ എന്നുള്ളത് ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ സമ്മേളനത്തിൻ്റെ തുടർച്ചയായി ഉണ്ടായ സംഭവങ്ങളാണ്. A. പത്മകുമാർ പത്തനംതിട്ടയിൽ നിന്നുണ്ടാക്കിയ വിപ്ലവ കലാപം, അതിനുശേഷം അനീതി തുറന്നു പറഞ്ഞും ചോദ്യം ചെയ്ത നേതാക്കൾ എന്ന് പറഞ്ഞ് മനോരമ 7-ാം പേജിൽ 3 വലിയ വാർത്തകളാണ് കൊടുത്തിട്ടുള്ളത്. P. ജയരാജൻ്റെ വളർച്ച തടഞ്ഞതിൽ അതൃപ്തി, അങ്ങനെ അതായത് CPM സമ്മേളനവുമായി ബന്ധപ്പെട്ട് പാർട്ടിക്കകത്തെ അതൃപ്തിയെക്കുറിച്ച് വളരെ മനോഹരമായി വലിയ വാർത്തകളായി തന്നെ എല്ലാം കൊടുക്കുന്നുണ്ട്. മനോരമയും മാതൃഭൂമിയും കൊടുക്കുന്നുണ്ട്. നേരെ മറിച്ച് ദേശാഭിമാനി കുറച്ചും കൂടി അതിനെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എതിർപ്പൊന്നും സീനിയർ നേതാക്കന്മാർക്ക് ആർക്കുമില്ല. അതായത് P. K. ശ്രീമതി, A. K. ബാലൻ, ആനാവൂർ നാഗപ്പൻ ഇവരുടെ 3 പേരുടെയും കമൻറ്റുകൾ വെച്ചിട്ട് തുടരും അവകാശ പോരാട്ടം, ഞങ്ങൾ പാർട്ടിക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് പറയുന്നു. M. V. ഗോവിന്ദൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. സ്വാഭാവികമാണ്, മാധ്യമങ്ങൾക്കും ജനമുന്നേറ്റം മറച്ചു വെക്കാനായില്ല. അതായത് സമ്മേളനത്തെ സംബന്ധിച്ച് നിങ്ങൾ കൊടുത്ത വാർത്തകളൊക്കെ തെറ്റാണ് എന്നാണ് ദേശാഭിമാനി പറയുന്നത്. മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ അതൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെ കാണേണ്ടി വരും. ഈ കേരളകൗമുദിയാണ് ആ വാർത്ത കൊടുത്തിട്ടുള്ളത്. അത് ശ്രദ്ധിക്കേണ്ടത്, ഈ യൂട്യൂബിൽ നോക്കി ഡയറ്റ് ചെയ്തൊരു കുട്ടി കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പിൽ മരിച്ചിരുന്നു. അത് ജീവനെടുക്കും യൂട്യൂബ് ഡയറ്റ്, അതൊരു മറ്റ് പത്രങ്ങളൊന്നും ആ വലിയ രൂപത്തിൽ കൈകാര്യം ചെയ്യാതിരുന്നൊരു വാർത്തയാണ്. കേരളകൗമുദി അത് ഒന്നാം പേജിൽ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ജീവനെടുക്കും യൂട്യൂബ് ഡയറ്റ്. ഒരുപക്ഷെ എല്ലാവർക്കും ആ വാർത്ത വായിച്ചാൽ എങ്ങനെയാണിത് നമ്മൾ യൂട്യൂബിൽ നോക്കിയൊക്കെ ചില കാര്യങ്ങൾ പഠിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ച് അതിൽ വളരെ വിശദമായും മനോഹരമായും ആ വാർത്തയിൽ പറഞ്ഞിട്ടുണ്ട് എന്ന് വേണം കാണാൻ. നമുക്ക് മറ്റ് പ്രധാനപ്പെട്ട ചില സംഗതികളിലേക്ക് പോയാൽ, സ്പോർട്സ്, അതായത് കായികം എന്നുള്ളത് വലിയ പ്രധാനപ്പെട്ട സംഗതിയാണ്. ഇന്നലെ മലയാള പത്രങ്ങൾക്ക് ലഭ്യമാകാതെ പോയ ഒരു പ്രധാനപ്പെട്ട സംഗതി, നമ്മളത് ഹിന്ദുവിൽ അത് കൊടുത്തിരുന്നു. നമ്മൾ രോഹിത്തും വിരാട് കോഹ്ലിയും ഒക്കെ വിരമിക്കുമെന്ന് ചില ആളുകളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. അതിനെ മനോരമ കൈകാര്യം ചെയ്യുന്നത് തുടരും ഇന്ത്യൻ ബ്രൊമാൻസ്. അതൊരു നല്ലൊരു ഹെഡിങ് എന്നുള്ളത് കൊണ്ടാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറങ്ങിയൊരു സിനിമയാണ് ബ്രൊമാൻസ് എന്നുള്ളത്. ആ ഹെഡിങ് സിനിമയുടെ പേരിനെ വെച്ചുകൊണ്ടാണ് തുടരും ഇന്ത്യൻ ബ്രൊമാൻസ് എന്ന രൂപത്തിൽ അതിനെ പറയുന്നത്. മറ്റൊരു സംഗതി, ഈ സ്പോർട്സ് എടുത്ത് പറയേണ്ടത്, സച്ചിൻ്റെ ആരാധകർക്കൊക്കെ വലിയ സന്തോഷമുള്ളൊരു വാർത്ത കൂടി മനോരമ കൈകാര്യം ചെയ്തു പോകുന്നുണ്ട്. സച്ചിൻ റീലോഡഡ്, അതായത് ഈ മാസ്റ്റേഴ്സ് ടൂർണമെൻറ്റ് നടക്കുകയാണ് ഇപ്പോൾ. അതിൽ സച്ചിൻ 50 വയസ്സ് കഴിഞ്ഞ ആളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പെർഫോമൻസിനെ 2 ചിത്രങ്ങളായിട്ട് സച്ചിൻ കളിച്ചിരുന്ന കാലത്ത്, അതായത് അന്തർദേശീയ മത്സരങ്ങളിൽ കളിച്ചിരുന്ന കാലത്തെ ചിത്രവും കഴിഞ്ഞ ദിവസങ്ങളിലെ ചിത്രവും വെച്ച് മനോരമ സച്ചിൻ ആരാധകർക്കും ക്രിക്കറ്റ് ആരാധകർക്കുമായി ആ വാർത്തയെ കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഇനി ഒന്നുള്ളത് പാർലമെൻറ്റ് നടക്കുകയാണ്. പാർലമെൻറ്റിൽ വലിയ പ്രതിഷേധങ്ങൾ ഈ ഹിന്ദി ഭാഷയും ത്രിഭാഷയെ അടിച്ചേൽപ്പിക്കുന്നതുമായി അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ളത് DMK-യുടെയും ഇടതു പാർട്ടികളുടെയും ആരോപണമാണ്. ആ ആരോപണവുമായി ബന്ധപ്പെട്ട് പാർലമെൻറ്റിൽ നടക്കുന്ന വലിയ പ്രതിഷേധത്തെ മാധ്യമം ഒന്നാം പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് ഭാഷയിൽ ഏറ്റുമുട്ടി തമിഴ്നാടും കേന്ദ്രവും മറ്റ് പത്രങ്ങളും ഉൾപേജിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ദേശീയ പത്രങ്ങളിലെല്ലാം പ്രധാനപ്പെട്ട വാർത്തകളും അതുതന്നെയാണ്. ടൈംസ് ഓഫ് ഇന്ത്യയും ഹിന്ദുവും ഒക്കെ ആ വാർത്തകളെ വളരെ മനോഹരമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. ഒരുപാട് വാർത്തകളുള്ള വലിയ ദിവസം എന്നുള്ളതാണ് ഇനി വരാൻ പോകുന്നത്. വലിയ ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇന്നലെയും അങ്ങനെ തന്നെയായിരുന്നു. അതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഇന്ന് പറയാനുള്ളത്. ഏറ്റവും പ്രധാനം, CPM-നകത്തെ അസ്വാരസ്യങ്ങളെ പത്രങ്ങൾ വിട്ടിട്ടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ കൗതുകവും. കാരണം ഇനിയത് തുടരും, തെരഞ്ഞെടുപ്പുകൾ വരാൻ പോകുന്നു. ഇതൊക്കെയാണ് സേതു നമുക്ക് പത്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസ് സ്റ്റോപ്പിൽ പറയാനുള്ളത്.